നമസ്കാരം. നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. എത്ര വലിയ ഇമ്പോർട്ടൻസ് ഉള്ള വാർത്തയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ എക്സ്പയറി ഡേറ്റ് എത്ര വരെയാണെന്ന് അറിയാമോ? വിവാദങ്ങൾ ഉണ്ടാക്കുന്ന വേറൊരു വാർത്ത വരുന്നിടം വരെയുള്ളൂ. വിവാദങ്ങൾ ഉണ്ടാകുന്ന വേറൊരു വാർത്ത വരുമ്പോൾ ഇത് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണെങ്കിൽ പോലും നമ്മൾ അതങ്ങ് മാറ്റിവെക്കും. എന്നിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. അതാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയധികം ചർച്ചയാകുന്നതിന് മുമ്പ് നമ്മൾ എന്തിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ നിലനിൽപ്പിന്റെ കാര്യമായിരുന്നു. വയനാടിനെ കുറിച്ചും മുല്ലപ്പെരിയാറിനെ കുറിച്ചുമാണ് അല്ലെ. വയനാട് ഉരുൾപൊട്ടൽ വന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത് ഈ ഒരു കാര്യമാണ്. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് നടത്തുന്നിടം വരെയും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു. പക്ഷെ നമ്മൾ അത് പൂട്ടിക്കെട്ടി വെച്ചു. ഇനി അടുത്ത ജൂൺ ജൂലൈ മാസം ആകുമ്പോൾ മാത്രമാണ് അത് തുറന്നെടുക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ ഒരു മാസം ഫുൾ അതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കും. പിന്നെ നമ്മൾ പൂട്ടിക്കെട്ടി വെക്കും. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പൂട്ടിക്കെട്ടി വെക്കേണ്ട ഒരു വിഷയമല്ല. ഇപ്പൊ നമ്മൾ വാർത്താ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വയനാടിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ കാണാനുണ്ടോ? ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്ര പൈസ വന്നെന്ന് കാണാനുണ്ടോ? ദുരിതാശ്വാസ ഫണ്ടിലെ പൈസ എടുത്ത് ചെലവാക്കിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കാണാനുണ്ടോ? ഒന്നുമില്ല. അവിടെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്തു കൊടുത്തു, അവർ എന്ത് ചെയ്യുകയാണ്, ഒന്നിനെ കുറിച്ചും കാണാനില്ല. ഇനി പയ്യെ പയ്യെ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് മറക്കും. അങ്ങനെ മറക്കാൻ വേണ്ടി പാടില്ല. ഇപ്പൊ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 140 കോടി രൂപ വരെ വന്നു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടു. അതിനുശേഷം എന്തുവായി? ഈ 140 കോടി രൂപ എങ്ങനെ വിനിയോഗിച്ചു? അവർക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ 2018 പ്രളയ ഫണ്ട് മുക്കിയതുപോലെ ഈ ഫണ്ടും മുക്കും, പൂഴ്ത്തി വെക്കും. ഇനി ഈ കാര്യത്തെക്കുറിച്ച് ബാക്കി സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഈ സ്ക്രീൻഷോട്ട് കണ്ടോ? ഇതിനകത്ത് എന്താണ് പറയുന്നത് അറിയാമോ? സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഫിനോമിനെ കുറിച്ചാണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഭവമാണ് ഇത്രയധികം ലാൻഡ് സ്ലൈഡുകൾക്ക് ഇപ്പൊ കാരണമാകുന്നത്. 2018 പ്രളയം വന്നതിന് ശേഷമാണ് കേരളത്തിൽ ഈ ഒരു സംഭവം ഇത്രയധികം രൂക്ഷമാകാൻ വേണ്ടി തുടങ്ങിയത്. ഇപ്പൊ ഒരു ജില്ലയിലല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലകളിലും സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഫിനോമിന ദൃശ്യമാകുന്നുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട്. ഇപ്പൊ വയനാട് ആയിക്കോട്ടെ, ഇടുക്കി ആയിക്കോട്ടെ, അങ്ങനെയുള്ള ജില്ലകളിൽ അതിന്റെ എണ്ണം കൂടുതലാണ് എന്നേ ഉള്ളൂ. എല്ലാ ജില്ലകളിലും ഈ ഒരു പ്രതിഭാസമുണ്ട്. ഈ പ്രതിഭാസത്തെ നമ്മൾ കുറച്ച് കാണണ്ട. ഇത് വളരെ വലിയൊരു പ്രതിഭാസമാണ്. ഈ പ്രതിഭാസം നാളെ വയനാട് ദുരന്തം ഉണ്ടായതുപോലെ വലിയൊരു ദുരന്തം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാകും. നമ്മുടെ ടോപ്പ് സോയിൽ ഇടിഞ്ഞ് താഴേക്ക് പോവുകയാണ്. എന്നിട്ട് അതിലൂടെ എന്താണ്, വെള്ളം ഇറങ്ങി മണ്ണിലേക്ക് ചെല്ലുകയാണ്. അവസാനം മണ്ണിന്റെ ആ ഒരു ബലം നഷ്ടപ്പെട്ടിട്ട് മണ്ണിന് വെള്ളം പിടിച്ചു നിർത്താൻ പറ്റാത്ത ആ ഒരു സാഹചര്യമാകും. അങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഈ ഒരു കാര്യം 2018 തൊട്ട് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പൊ വയനാട് ദുരന്തം വന്നപ്പോൾ പിന്നെയും ആൾക്കാർ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുന്നുണ്ടോ? ഒരു പരിഹാരവും ഉണ്ടാക്കുന്നില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മുല്ലപ്പെരിയാറിന്റെ വിഷയം സുപ്രീം കോടതി ഏറ്റെടുത്തു എന്നുള്ള കാര്യം വരെ നമ്മൾ കേട്ടു. ബാക്കി അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നമ്മൾ അറിഞ്ഞോ? ഒന്നും അറിഞ്ഞില്ല. ഇനി ഒന്നും അറിയാൻ പോകുന്നില്ല. കാരണം വാർത്തയ്ക്ക് മേൽ വാർത്ത വന്ന് വന്ന്, വിവാദങ്ങൾക്ക് മേൽ വിവാദങ്ങൾ വന്ന് വന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് അങ്ങ് മറക്കും. പിന്നെ ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാകണം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല വേണ്ടത്. അത് നടക്കുന്നിടം വരെ നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചേ പറ്റുള്ളൂ. അതാണ് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ. ഇത് ഭീതി സൃഷ്ടിക്കുകയോ എല്ലാവരുടെയും ഉള്ളിൽ ഭീതി പരത്തുകയോ ഒന്നും ചെയ്യുവല്ല. ഒരു റിയാലിറ്റിയാണ്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് ഇപ്പം നല്ല രീതിയിൽ ചേഞ്ച് ആകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മണ്ണിന്റെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ മണ്ണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ മുൻകൈ എടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തെ കാത്തിരിക്കാൻ പോകുന്ന ഒരു വലിയ അപകടമാണ്. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു അപകടം മാത്രമല്ല കേരളത്തെ കാത്തിരിക്കുന്നത്, പല പല അപകടങ്ങളുണ്ട്. അതെല്ലാം ഈ വെള്ളവുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. മഴയുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാലം വരുന്നിടം വരെ കാത്തിരിക്കാതെ ഇപ്പോഴേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കൊള്ളാം. സർക്കാരോ കോടതിയോ ആരും തന്നെ നമുക്കൊന്നും ചെയ്തു തരാൻ വേണ്ടി പോകുന്നില്ല.